ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ലോഗ്സ്. സകുടുംബം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, 3ാമത്തെ വർഷം. എൻ്റെ ആണ്ട നിൽക്കുന്നു. ഇത് ഞങ്ങളുടെ 3ാം വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷിക്കുന്നത്. അതെ, അമ്മയുണ്ട്, ചിറ്റയുണ്ട്, അച്ഛനുണ്ട്, സുത്തുമണിയുണ്ട്, ഏട്ടനുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഏട്ടൻ വന്നപ്പം ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളതെല്ലാം മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുക, നിങ്ങളും കാണുക, അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ വിശ്വസ് അറിയിക്കുക. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പം നമുക്ക് കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് പോകാം. ഹാപ്പി ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അമ്മേ അച്ചാച്ച തിരിച്ചു പിടിക്കാൻ നീ അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം. അമ്മയ്ക്ക് മൂത്തേക്കലോട്ട് കൊടുക്കാനുണ്ട്. കേശുപ്പാ അച്ഛന് പൊന്നിങ്ങട്ടെ. ഇനി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ എനിക്ക് ഞങ്ങളുടെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി കണ്ടല്ലോ. രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി കണ്ടല്ലോ. പൊന്നിന് 2 മാസം. അപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം ഗിഫ്റ്റോ അച്ഛന്റെ അമ്മയുടെ വക. താങ്ക് യു. ഇത് അനിയന്റെ വകയാ കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ടോപ്പ് നീ കൊടുത്തു. രണ്ടുപേരും മേടിച്ചോളെ. കൊറേ ടീഷർട്സ് എന്റെ മക്കളല്ലേ. നീ ചിറ്റമ്മയുടെ വക. ചിറ്റമ്മ നല്ല അടിപൊളി. ടീഷർട്ടാണോ? ഉമ്മ ഇത് എന്റെ വക, എന്റെ ഹസ്ബൻഡിനുള്ള സമ്മാനമാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിനൊടുവിൽ ഞാൻ വാങ്ങിക്കുന്ന എന്റെ ആദ്യത്തെ സമ്മാനമായിട്ട് അതിന്. കാണിക്കണേ. എങ്ങനെയായാലും കാണിച്ചാ മതിയല്ലോ. ഷൂ ആണ്, അടിപൊളി ഷൂ. ഞാനുണ്ടല്ലോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ 1000 രൂപക്കുള്ള ഷൂ മേടിച്ചില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ലോ ബഡ്ജറ്റ് നോക്കുന്ന ഒരു സ്വഭാവമുള്ളതുകൊണ്ടാണ്. അതായത് നമ്മൾ ഷൂ ഉപയോഗിച്ചു കുറച്ചാൽ കഴിയുമ്പോൾ അത് അടുക്കാവുന്ന. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ബ്രാൻഡ് ഷൂ എന്റെ ഭർത്താവിട്ട് കാണണം എന്നുള്ളത്. അങ്ങനെ ഞാനിത് വാങ്ങിച്ചത്. ഞാന് എന്റെ ജീവിതത്തിൽ ഏറ്റവും വില കൂടിയ ചെരുപ്പിട്ടേക്കുന്നതും ഡ്രസ് ഇട്ടേക്കുന്നതും എന്റെ കല്യാണത്തിനാണ്. അതും വീട്ടുകാർ നിർബന്ധിച്ചിട്ടുണ്ട്. അതിനെങ്കിലും നീ ഇത്തിരി വിലയുള്ളത് മേടിക്കടാന്ന് പറഞ്ഞുകൊണ്ടാണ് മേടിക്കുന്നത്. ഇതിപ്പോ ഒത്തിരി താങ്ക്സ്. ഞാൻ സത്യം പറഞ്ഞ ഷൂ കടയിൽ പോയിട്ടുണ്ടല്ലോ, ഒരു 600 രൂപ 550 രൂപ ഷൂ നോക്കും. അതൊന്നും എന്റെ കാല കേറത്തില്ല. അതിരുന്ന് ഇട്ടിട്ട് പോകും. അങ്ങനെ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാം. ജോലിക്ക് പോകാൻ വേണ്ടി ഫോൺ വെക്കാൻ പേഴ്സില്ല എന്നല്ലേ പറയുന്നത്. ഓ, ആ പേഴ്സ് തന്നെ ആയിരിക്കത്തില്ല. അതൊന്ന് ഡൊമിനിക് ജ്വല്ലറിക്കായി ഇപ്പൊ പേഴ്സ് ഇരിക്കുന്നുണ്ടോ? തോപ്പിൽ നിന്നാണോ? ഓ,
എന്ത് ഇവരെന്നെ കൈ തിന്നു പോകും. എന്താടി ദേവു അത്? അയ്യട്ടാ. ഓ കാലിലങ്ങ് ഇട്ട് കൊടുത്തേരെന്നാ കാലിലോട്ട്. അയ്യടാ അടിപൊളി മിഞ്ചി. ഇന്നാള് പറഞ്ഞായിരുന്നു മിഞ്ചി അടിപൊളിയാ കേട്ടോ. കൊലുസും മിഞ്ചിയും ഒക്കെ വേണം. അയ്യോ എന്റെ പുന്നാരിക്കാണേ. പുന്നാരിക്ക് മോതിരം. ഒത്തിരി സന്തോഷമായി. ഞാനെങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പം അമ്മയുടെ അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞില്ല. അതേണ്ട എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് ഇതാണ് എൻ്റെ അമ്മ. അമ്മയെ ഞാൻ അന്ന് കാണിച്ചായിരുന്നു. കുഞ്ഞിനെ ഓർക്കുന്നു, ഇവിടെ വെട്ടമില്ല. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛനും അമ്മയും. അച്ഛാ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അന്ന് അച്ഛന് വയ്യാതിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. ഇതാണ് അമ്മ. വേണ്ടേ ഏട്ടപ്പു. അപ്പം നമ്മൾ കേക്ക് മുറിക്കാന്ന് വിചാരിച്ച് വന്ന വഴി ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം നമുക്ക് കേക്ക് മുറിക്കാം. ഞങ്ങളുടെ മാത്രമല്ലല്ലോ, നിങ്ങളുടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. കുറച്ച് കഴിച്ചാൽ മതി. രണ്ടുപേർക്ക് ഷുഗർ ഉണ്ട്. ശരി അതിനോട്ട് അമ്മയ്ക്ക് നീ അത് അമ്മ കഴിയും. ഞാൻ ഇത് എടുത്തിട്ട് ഞാൻ വരാം. അല്ല എടുക്ക, അച്ഛൻ കൊടുക്കാം അമ്മയ്ക്ക്.